വിഷുവൊക്കെ എത്താനായിട്ടുണ്ട്. അപ്പൊ നമ്മള് ജനലയും വാതിലും ഒക്കെ തുടച്ചങ്ങോട്ട് വൃത്തിയാക്കുക. വീട് മൊത്തം ക്ലീനിങ് ആണ് കേട്ടോ. മാറാമ്പലൊക്കെ പിടിച്ചു കിടക്കുന്നുണ്ടായി. 2-3 ദിവസമായിട്ട് വീട്ടിലിരുന്നിട്ടില്ല. ഓരോ സ്ഥലത്ത് പോക്ക് കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ ഇന്നും കൂടെ ചെയ്തില്ലെങ്കിൽ ഇനി നമുക്ക് സമയം ഉണ്ടാവില്ല. അപ്പൊ ജനലയൊക്കെ നന്നായിട്ട് ഒരുപാട് പൊടി ഇങ്ങനെ പിടിച്ചു കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതെല്ലാം വൃത്തിയാക്കുകയാണ് ഞാൻ. ഈ പണികളൊക്കെ കഴിഞ്ഞിട്ട് വേണം കേട്ടോ ഇനി അടുത്ത പണി ചെയ്യാനായിട്ട്. അപ്പൊ ഇത് വേഗം തീർത്തിട്ട് വേണം ഞങ്ങൾക്കൊന്ന് പുറത്തും കൂടി പോവാനായിട്ട്. അകത്തുള്ള പണികളൊക്കെ കഴിഞ്ഞ് ഇനി പുറത്തേക്കാണ് കേട്ടോ പോണത്. ലച്ചുവാണ് കേട്ടോ എനിക്ക് ഹെൽപ്പ് ചെയ്യണ വീഡിയോ എടുത്തു തരാനൊക്കെ. ഏറ്റവും ഇത് ചിലന്തി വലയാണ് കേട്ടോ. ഒരുപാട് ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് വിളക്ക് തേക്കണം, കിണ്ടി തേക്കണം, അങ്ങനെ ഒരുപാട് പണികളാണ് കേട്ടോ. ഫസ്റ്റ് ഇത് അങ്ങോട്ട് കഴിയട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. ഇത് നീലമ്മാവാണ് കേട്ടോ. ഒരുപാട് നാളായിട്ടോ ഈ മാവ്. പക്ഷെ ഒരു മാങ്ങ പോലും നമുക്ക് കിട്ടിയിട്ടില്ല. ഇത് കായ്ക്കാനായിട്ട് എന്ത് മാർഗം ചെയ്യുന്ന ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങള്. അങ്ങനെ വിഷുവിന്റെ തലേ ദിവസമായിട്ടോ. അപ്പൊ നമ്മൾ കണി ഒരുക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പൊ തേയിലച്ചു ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ വാൽക്കണ്ണാടി. വാൽക്കണ്ണാടി വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പൊ അമ്മ ഞാൻ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞ് 2 ദിവസം മുന്നേ എനിക്ക് ഉണ്ടാക്കി തന്നതാണ് കേട്ടോ. പിന്നെ കണി ഒരുക്കാനൊക്കെ ലച്ചു മുൻപന്തിയിലാണ് കേട്ടോ. ഈ പ്രാവശ്യം ലച്ചുവാണ് എല്ലാം അടുക്കിപ്പെറുക്കി കണിയൊക്കെ ഒരുക്കി സെറ്റാക്കി വെച്ചത് കേട്ടോ. ഭയങ്കര സന്തോഷം. ഞാൻ ഇടപെടാൻ ചെല്ലുമ്പോ വേണ്ട ഞാൻ ചെയ്തോളാം എന്നും പറഞ്ഞ പുള്ളിക്കാരിയാണ് കേട്ടോ എല്ലാം ചെയ്തത്. കണിയൊക്കെ ഒരുക്കി വെച്ച ശേഷം കമ്പിത്തിരിയൊക്കെ കത്തിച്ച് ഞങ്ങൾ കിടന്നുറങ്ങിട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ വിഷുവിന്റെ അന്ന് നമ്മുടെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് നമ്മുടെ പായസം വെക്കണം കേട്ടോ. അപ്പൊ അമ്മ അതിനുള്ള ഭയങ്കര തിരക്കിലാണ്. നമ്മൾ ഗ്യാസിലൊന്നും അല്ല കേട്ടോ പായസം വെക്കുക. ഇതുപോലെ പുറത്ത് അടുപ്പിലാണ് കേട്ടോ പായസം വെക്കുക. നമുക്ക് നെയ്ബേഴ്സിനൊക്കെ കൊടുക്കാനുണ്ട്. എല്ലാ കൊല്ലം അമ്മ ഈ ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുക. എല്ലാവരും വിഷു ആകുമ്പോഴത്തേക്കും നോക്കിയിരിക്കണത് ഈ പായസം കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ലച്ചു തന്നെ എത്ര പ്രാവശ്യം വന്ന് അച്ഛമ്മേ പായസമായോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഈ പരിപ്പ് പായസം ഉണ്ടാക്കണ അത്ര എളുപ്പമൊന്നും അല്ല കേട്ടോ. ഒന്നാമതേ നമ്മൾ ഗ്യാസിലും എല്ലാം ഉണ്ടാക്കണത്. അത് അമ്മ എപ്പോഴും പറയും. അമ്മ എല്ലാ കൊല്ലം പറയും നമുക്ക് ഈ പ്രാവശ്യം സേമിയ ഉണ്ടാക്കിയാലോ എന്ന് ചോദിക്കും കേട്ടോ. പക്ഷെ നമുക്ക് എല്ലാവർക്കും പരിപ്പ് പായസം കുടിക്കാനാണ് കേട്ടോ ഇഷ്ടം. അതുപോലെ തന്നെ നമ്മുടെ നെയ്ബേഴ്സും അമ്മയുടെ പായസം കിട്ടാനായിട്ട് നോക്കിയിരിക്കും കേട്ടോ. അത്ര രുചിയായിട്ടാണ് കേട്ടോ അമ്മ പരിപ്പ് പായസം ഉണ്ടാക്കാറ്. പായസത്തിന്റെ പണി കഴിയാറായിട്ടുണ്ട് കേട്ടോ. അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ വറുത്തിട്ടു. അപ്പോഴാണ് ദേ ജോഷ് ചേട്ടൻ വന്നത് ഇല മുറിക്കാനായിട്ട് കേട്ടോ. ജോഷേട്ടാ എനിക്കാണെങ്കിൽ വെട്ടാണെന്ന് അറിഞ്ഞൂടാന്നേ. നല്ല ലൂട്ടി വെട്ടിത്താണ് ജോഷേട്ടാ. ഇത് കൊള്ളൂല. നമ്മുടെ വീടിന്റെ അവിടെ നിൽക്കണമെന്നല്ല. ഇവിടെ ഒരു നല്ല തൂഷണല വെട്ടിയതിന് ശേഷം ആയുധം ഞാൻ ജോഷിച്ചേട്ടന് കൈമാറി കേട്ടോ. നമ്മുടെ പറമ്പിൽ ഒരുപാട് വാഴയുണ്ടെങ്കിലും നല്ലൊരു ഇല പോലും ഇല്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കാറ്റടിച്ച് എല്ലാ ഇലയും കീറിക്കൊണ്ടിരിക്കുക. പിന്നെ നമുക്ക് തൂഷണിലയും കൂടി നോക്കിയാണ് കേട്ടോ മുറിച്ചെടുക്കണത്. ഇന്നലെ ഞങ്ങളൊരു ചക്രം കത്തിച്ചിട്ട് അത് കത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ അമ്മ എല്ലാം ചവറെല്ലാം കൂട്ടിയിട്ട് കത്തിച്ചപ്പോ ഈ ചക്രം പൊട്ടണ ഒച്ചയാണ് കേട്ടോ കേട്ടത്. അപ്പൊ അമ്മ അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക. ജോഷ് ചേട്ടൻ അങ്ങനെ ഇലയും മുറിച്ച് വിഷുവിന്റെ ആശംസകളും പറഞ്ഞ് ജോഷ് ചേട്ടൻ പോയി കേട്ടോ. ഇനി നമുക്ക് സദ്യ ഉണ്ണാനായിട്ട് സമയമായിട്ടുണ്ട് കേട്ടോ. ലച്ചുവിനൊക്കെ വിശന്നിട്ട് വയ്യാട്ടോ. സദ്യയൊക്കെ വിളമ്പിയിട്ടുണ്ട്. എല്ലാം റെഡിയായി. ഇനി കഴിച്ചാൽ മാത്രം മതി. നമ്മുടെ നോൺ വെജ് സദ്യയാണ് കേട്ടോ, അല്ലാതെ വെജിറ്റേറിയൻ സദ്യ അല്ല. ലച്ചു ഇരുന്നു കഴിക്കാനായിട്ട്, അച്ഛൻ ഇരുന്നു. താറാവ്, മീൻ വറുത്തത്,
ചെമ്മീൻ, അച്ചാറ്, പപ്പടം, പിന്നെ ദേ മാമ്പഴ പുളിശ്ശേരി, പിന്നെ മീൻകറി ഉണ്ട്. മീൻകറി ചെയ്തത് വേണ്ടാത്തോണ്ട് ഇപ്രാവശ്യത്തെ പായസത്തിന്റെ രുചിയൊന്നും വേറെ തന്നെയായിരുന്നു കേട്ടോ. എപ്പോഴും അമ്മ വെക്കുമ്പോൾ അടിപൊളിയാണെങ്കിലും ഈ കൊല്ലം രുചിയുടെ കാര്യത്തിൽ ഒരു പടി മുകളിലായിരുന്നു കേട്ടോ പായസം. അത്രയ്ക്ക് രുചിയായിരുന്നു പായസത്തിന്. പാകത്തിനും മധുരവും എല്ലാ കാര്യങ്ങളും പക്കയിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ നന്നായിട്ട് ആസ്വദിച്ച് പായസമൊക്കെ കുടിച്ചു കേട്ടോ. അങ്ങനെ സദ്യയൊക്കെ കഴിഞ്ഞ് ഉച്ചമയക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു വൈകുന്നേരം ആയപ്പോഴത്തേക്കും എൻ്റെ വീട്ടിലെത്തിയിട്ടോ. അനിയത്തി ഹസ്ബൻഡും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഡിന്നറായിട്ട് ബിരിയാണിയാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തത്. ഹോട്ട് ബോക്സിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. പിന്നെ വിഷുവിൻ്റെ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നു. ലച്ചു ഇന്ന് അവിടെ എൻ്റെ വീട്ടിൽ നിന്നു കേട്ടോ. ഞാനും ചെയ്താണ് നേരെ പോയത് പിന്നെ ക്വീൻസ് വാക്വേയിലേക്കാണ് കേട്ടോ. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെയും വിഷുവിൻ്റെ ആഘോഷങ്ങളൊക്കെ ഇരുന്നു കേട്ടോ. അതും കുറേ നേരം നോക്കിക്കണ്ട് ഒരുപാട് സംസാരിച്ച് ഞങ്ങൾ അവിടെ ഇരുന്നു. അപ്പം എല്ലാവർക്കും ഹാപ്പി വിഷു.